ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഡേ 12 ആണ്. ഈ 12 എന്നുള്ളതിന് ഇന്നൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് എൻ്റെയും സുജീൻ്റെയും 12th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്ന് ഞാൻ എഴുന്നേറ്റുള്ളത്. അപ്പോൾ ഇതാ മക്കളെ ഒക്കെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാനുള്ള ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ എന്നുള്ള പോലെ തന്നെ എല്ലാ ദിവസവും ഇതൊക്കെ തന്നെ പരിപാടി. അപ്പോൾ 12 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഇത് ഭയങ്കര സ്പീഡിൽ ഓടിപ്പോയൊരു പ്രതീതിയാണ് കേട്ടോ. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 മാസത്തെ ഒരു ഗ്യാപ്പാണ് കേട്ടുള്ളത്. അപ്പോൾ 12th നിക്കാഹ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വയനാട് വരെയൊക്കെ പോയി ഒരു ദിവസം സ്റ്റേ ചെയ്ത് അങ്ങനെയൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ് അങ്ങനെയൊന്നുമല്ല, പോയിട്ട് ജസ്റ്റ് ഒന്ന് നിന്ന് നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് അങ്ങനെ വരുന്ന ഒരു 2 ദിവസത്തെ ട്രിപ്പ്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് സുജി പറഞ്ഞിട്ട് സുജിക്ക് മംഗലാപുരം വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്, അപ്പോൾ നീയും പോരെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സുജി എനിക്ക് രാവിലെ തന്നെ ഗിഫ്റ്റ് തന്നത് കേട്ടോ. അപ്പോൾ ഇത് മക്കൾ ഇങ്ങനെ എന്താ പറയുക, പാട്ടൊക്കെ പാടി ഗിഫ്റ്റാണ് മമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് സർപ്രൈസായിട്ട് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ പിന്നെ അങ്ങനെ ഞാൻ സർപ്രൈസ് ആയ കാര്യമില്ല, അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ മാക്ബുക്കാണ്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ. സത്യം പറഞ്ഞാൽ എനിക്കിത് ഇങ്ങനെ ഉപയോഗിക്കേണ്ടതൊന്നും എനിക്കറിയില്ല, ഇനി പഠിച്ച് വരണം. അപ്പോൾ സുജി പറഞ്ഞാൽ അങ്ങനെ ഐഫോൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ സുജി എനിക്ക് അതിലൊക്കെ അക്കൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒക്കെ സെറ്റാക്കി തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് കേട്ടോ. ഇന്ന് പുട്ടും നല്ല മീൻകറിയാണ്, ഐക്കോറയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഫിഷ് കറി ഉള്ളത്. അപ്പോൾ അത് രണ്ടും കൂട്ടി ഞാൻ ഇന്ന് ഇച്ചിരി ചായയും കുടിച്ചു കേട്ടോ. ഇന്ന് മൊത്തത്തിൽ എൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ പോക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ചായയും കൂടി അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. പ്രാവശ്യം കേക്ക് കട്ടിങ് ഒന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തില്ല, ഞങ്ങൾ രണ്ടാളും മാത്രമല്ലേ ഇപ്പോൾ, അതുകൊണ്ട് അങ്ങനെയൊന്നും സെറ്റാക്കിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ സുജിക്ക് ഒരു ബ്ലാക്ക് ഷർട്ടും കൊടുത്തു. ഈ ഒരു ബാഗ് ഉണ്ട്, സുജിക്ക് ഇങ്ങനെ ഷോൾഡർ ബാഗ് യൂസ് ചെയ്യണ ഒരു ശീലമുണ്ട്. സോ ഞാൻ ഇങ്ങനത്തെ ഒരു പോലീസ് എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ ബാഗാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ സുജിക്ക് നല്ല ഇഷ്ടമായി എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ സുജി രാവിലെ ഞാൻ കൊടുത്ത ഷർട്ടൊക്കെ ഇട്ട് കിട്ടപ്പനായി ഓഫീസിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ ഉച്ചക്ക് എന്നോട് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, നമുക്കൊന്ന് ലഞ്ച് കഴിക്കാൻ പോവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരുങ്ങാണ് കേട്ടോ ഞാൻ. ഇത് എന്തെങ്കിലും പരിപാടി ഉണ്ടാകും ആനിവേഴ്സറിക്ക്, അപ്പോൾ ഇടാൻ വേണ്ടി എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ വാങ്ങി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ലഞ്ച് ഡേറ്റിന് പോവുകയാണ്. ഞങ്ങൾ രണ്ടാൾ മാത്രം, അല്ലെങ്കിൽ ഫ്രണ്ട്സോ മക്കളോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ രണ്ടാൾ മാത്രമായിട്ട് അങ്ങനെ പുറത്ത് പോയിട്ട് ഉച്ചക്ക് ഫുഡ് കഴിച്ച് വരാം, ഒരു ആനിവേഴ്സറി സ്പെഷ്യൽ എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂളുള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നു എന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഇറങ്ങപ്പോൾ വരും. 1 മണിയൊക്കെ ആകുമ്പോൾ സുജി പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ജസ്റ്റ് ഒരു മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒന്ന് എന്താ പറയുക, ഐബ്രോസ് ഒന്ന് റെഡിയാക്കും, പിന്നെ മെയിനായിട്ട് ലിപ്സ്റ്റിക്ക് ഇടും. ഇതാണ് കേട്ടോ മെയിനായിട്ട് ഉള്ള ഒരു സംഭവം. പിന്നെ ജസ്റ്റ് കണ്ണിൻ്റെ മുകളിൽ ഒന്ന് കുറച്ച് ആർഭാടായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ചെറുതായിട്ടൊരു ഗ്ലിറ്ററി ഐ ഷാഡോയും കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുടി ആസ് യൂഷ്വൽ അഴിച്ചിടും. ഞാൻ എപ്പോഴും ഇടുന്ന ഒരു ഇയറിങ് തന്നെയാണ് കേട്ടോ ഇടുന്നത്. ഞാൻ വേറെ ഒന്നും നോക്കിയിട്ട് പ്രത്യേകിച്ച് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇഷ്ടമായില്ല. എല്ലാം ഭയങ്കര ഓവർ ആവണ പോലെ തോന്നി. അപ്പോൾ ഞാൻ സ്ഥിരം യൂസ് ചെയ്യണ ആ കമ്മൽ അങ്ങോട്ട് ഇട്ടു, അത്രയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ പുറത്ത് പോവുമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഒരുങ്ങണത്, അങ്ങനെ തന്നെ ആയിരിക്കില്ല എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ എൻ്റെ വാച്ച് കളക്ഷൻ. അപ്പോൾ അതിനൊരു വാച്ചൊക്കെ ഇട്ട്, ഇത് കുറേ കാലമായിട്ടോ ഇത് ഇട്ടിട്ട്. അപ്പോൾ ഇതും എൻ്റെ ഒരു ബർത്ത്ഡേക്ക് സുജി ഗിഫ്റ്റ് ചെയ്ത ഒരു വാച്ചാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് മുടി ഒന്ന് ചീകി കൊടുത്തു, സ്പ്രേ അടിച്ചു, അത്രയൊക്കെ തന്നെ. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്.
ഇഷ്ടമായെങ്കിലൊന്ന് പറയണം കേട്ടോ. പിന്നെ ഞാൻ ഒരു ഹീലാണ് കേട്ടോ ഒന്നിട്ടത്. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ഹീലിട്ടാലൊന്നും സെറ്റാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ ഈ സൂചിയൊക്കെ ഉള്ള ടൈമിലാണ് ഞാൻ ഹീൽസ് ഇടുക കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൂചി ഇപ്പോൾ വരും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് പോസ്റ്റായി. എന്നാലും സൂചി വേഗം തന്നെ ഒരു 1:15 ആയപ്പോൾ സൂചി വേഗം വന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം എങ്ങോട്ടേക്കാണ് പോവുക എന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു. ആദ്യം ബോംബെ ഹോട്ടലിൽ പോവുക, പിന്നെ പാരങ്ങളിൽ പോവുക, അങ്ങനെ കുറച്ച് നേരം ഒന്ന് തിരിഞ്ഞ് കളിച്ചു കേട്ടോ. അതിനുശേഷം ബീച്ചിൽ കൂടെ ഒക്കെ റൗണ്ട് ഇട്ടിട്ട് ഞങ്ങൾ സാത്തർ റെസ്റ്റോറൻറ്റിൽ വരാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ എന്ത് ഫുഡ് കഴിക്കും എന്നുള്ളതായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ട് എന്താ പറയുക അങ്ങനെയൊന്നും കഴിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ വലിയ ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടമല്ല മീൻസ് ആരെങ്കിലും സജസ്റ്റ് ചെയ്ത് തന്നിട്ട് അത് കഴിച്ചു നോക്കാമെന്നല്ലാതെ ഞങ്ങളായിട്ട് അങ്ങോട്ട് റിസ്ക് എടുക്കൂല. അപ്പോൾ സ്ഥിരം എന്തെങ്കിലും കഴിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർഡർ ചെയ്യാം. അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ അറേബ്യൻ ഡിഷസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടാളും സ്ഥിരം ആസ് യൂഷ്വൽ ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രാഗൺ ചിക്കൻ തന്നെ ഒരു ലിറ്റിൽ ബിറ്റ് സ്വീറ്റ്, അങ്ങനെ ഒരു മധുരം ഉണ്ടാവും. അതും പിന്നെ ഫ്രൈഡ് റൈസും, ഇത് രണ്ടും ഞങ്ങൾ ഒറ്റ പോർഷൻ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ രണ്ടാളും ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഒരുപാട് കഴിക്കണം എന്നുള്ള ഒന്ന് ഞങ്ങൾ വെറുതെ ഒന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ആദ്യം ഡ്രാഗൺ ചിക്കൻ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് കഴിച്ചതിന് ശേഷമാണ് പിന്നെ ഫ്രൈഡ് റൈസിനെ കുറിച്ച് ചിന്തിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ഇങ്ങനെ എങ്ങനെ ആയില്ലേ ഈ 12 വർഷം നമ്മളെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ചില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു രസമല്ലേ നമ്മൾ എന്താ പറയുക ഇങ്ങനെയൊക്കെ ഒരു ഡേറ്റ് എന്നുള്ള രീതിയിലൊക്കെ പോകണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രാന്തിനൊക്കെ കുറേ സൂചി സപ്പോർട്ട് ചെയ്ത് തരുന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ പോവാറുണ്ട്. അങ്ങനെയൊക്കെ കേട്ടോ. മക്കൾ വലുതായതിന് ശേഷമുണ്ട്, ഒരുപാട് വലുതായി എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയതിനൊക്കെ ശേഷമാണ് ഇങ്ങനെയൊക്കെ പോകാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആനിവേഴ്സറി സ്പെഷ്യൽ ഡേറ്റാണ് കേട്ടോ ഞങ്ങളത്. പിന്നെ ഞങ്ങൾ ഫ്രൈഡ് റൈസ് കഴിച്ചു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. അപ്പോൾ ഇന്ന് ഇതാണ് കേട്ടോ ഞാൻ ലഞ്ച് കഴിച്ചത്. ഇന്നത്തെ എൻ്റെ ഡയറ്റൊക്കെ കൊളായി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ. അപ്പോൾ വല്ലപ്പോഴും അല്ലേ ഇങ്ങനത്തെ ഡേയ്സൊക്കെ വരുള്ളൂ. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് ആസ്വദിക്കാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് വല്ലാണ്ട് അങ്ങോട്ട് എന്താ പറയുക ഡയറ്റും അങ്ങോട്ടും ഒന്നും ഫോളോ ചെയ്തിട്ടില്ല. പക്ഷേ ക്വാണ്ടിറ്റിയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ചിക്കനൊക്കെ ഇതിൽ തന്നെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഇഷ്ടമാവും എന്നുള്ളതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ഗ്രീൻ ആപ്പിൾ മൊജിറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര മധുരം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുടിച്ചില്ല. സുജിയും കുടിക്കാൻ ഒരു സിപ്പ് അടിച്ചപ്പോൾ ഭയങ്കര മധുരമായിട്ട് സുജിക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങൾ അത് കംപ്ലൈൻറ്റ് ചെയ്ത് അത് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. കാരണം അത്രയും മധുരം നമുക്ക് വായിൽ വെക്കാൻ പറ്റാത്തത്ര മധുരമായിരുന്നു. പിന്നെ അവരത് ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അതിന് ശേഷം ഒരു 2:30-2:45 ആയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സാവധാനം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ മക്കളെ പിക്ക് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ വേഗം മക്കളെ അങ്ങോട്ട് പിക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഈ വേഷത്തിൽ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി പപ്പയും മമ്മിയും മാത്രമായിട്ട് ഫുഡ് കഴിക്കാൻ പോയില്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചൂടായി കേട്ടോ. പക്ഷേ ഞങ്ങൾ വിചാരിച്ചത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരു ഓക്കെ ആയിരുന്നു കേട്ടോ. പപ്പനും മമ്മിൻ്റെ ആനിവേഴ്സറി അല്ലേ, കുഴപ്പമില്ല, പപ്പയും മമ്മിയും പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് ഇവർ യൂണിഫോം ഇടാത്തവർക്ക് സ്പോർട്സ് ഡേ ആയിരുന്നു കേട്ടോ, അതിന് ഫൈനൽ ഡേ ആയിരുന്നു. അപ്പോൾ ഒരാൾക്ക് മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്തോ റിലേ ഉള്ള ചെയ്തതിൽ കേട്ടോ. റെയിനുവിന് മെഡൽ കിട്ടിയിട്ട് അതിൻ്റെ സന്തോഷത്തിലാണ് അവന്. മറ്റവൻ അതിൻ്റെ ഒരു കുശുമ്പിലാണ് കേട്ടോ, അവന് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു കുശുമ്പിലാണ് അവനുള്ളത്. ഏതായാലും കുഴപ്പമില്ല മമ്മ, അടുത്ത പ്രാവശ്യം ഞാൻ സെറ്റാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബാക്കിൽ സങ്കടത്തോടെ ഇരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് മക്കൾക്ക് ചിക്കൻ്റെ കുറച്ച് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് വലിയൊരു കുഴപ്പമില്ല കേട്ടോ അവർക്ക്. പിന്നെ സുജി രാവിലെ എന്തോ ഒരു സമൂസ അങ്ങനെ എന്തൊക്കെയോ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കാറിൽ, ആർക്കോ കൊടുക്കാൻ എന്തോ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിന്ന് അവനെ എടുത്തിട്ട് കാറിൽ നിന്നൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. പിന്നെ ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ മംഗലാപുരം പോകുന്നുണ്ട് കേട്ടോ. 2 days. അതായത് ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫ്രൈഡേ നൈറ്റ് പോയിട്ട് സൺഡേ നൈറ്റ് വരാമെന്നാണ് വിചാരിക്കുന്നത്. സൺഡേ ആണ് സുജിക്ക് അവിടെ ഫങ്ഷൻ ഉള്ളത് കേട്ടോ. ഒരു ഓഫ് റോഡിങ് പരിപാടിയാണ്. അപ്പോൾ ഇന്ന് അവിടെ പോയിട്ട് അവിടെ സാറ്റർഡേ ഒന്ന് തിരിഞ്ഞ് കളിച്ച് ഞങ്ങളതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ നടന്നിട്ട് സൺഡേ അവിടെ പരിപാടി അറ്റൻഡ് ചെയ്തിട്ട് സൺഡേ നൈറ്റ് ആകുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വരാമെന്നുള്ളതാണ് കേട്ടോ ഞങ്ങളെ പ്ലാന്. അപ്പോൾ ഞാൻ വേഗം പാക്ക് ചെയ്യാണ്. സുജി ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പെട്ടിയിൽ ഞാൻ ഒരു സൈഡിൽ എൻ്റെതും ഒരു സൈഡിൽ മക്കളതും ഒക്കെ വെച്ചിട്ട് കുത്തിത്തിരികി ഞാൻ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടൊക്കെയാണ് അത് അടച്ചത് കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ ഒരു പെട്ടിയുണ്ട്. അപ്പോൾ അതിൽ സുജിൻ്റെത് പാക്ക് ചെയ്തോളും. അതിന് മുമ്പ് പിന്നെ എൻ്റെ മേക്കപ്പ് അങ്ങനത്തെ എന്താ പറയുക സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബോക്സിലിട്ട് അങ്ങനെ സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പ് പോയപ്പോൾ അതിൽ വെച്ച സാധനങ്ങളൊക്കെ അതിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചില സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രഷും പേസ്റ്റും ഒക്കെ ഞങ്ങൾ 4 പേരും കൂടി അങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ എടുക്കുന്ന ഒരു പേസ്റ്റും ബ്രഷൊക്കെ വെച്ചിട്ടുള്ള ഒരു ബാഗ് ഉണ്ട് കേട്ടോ. അത് അങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്യുക. കാരണം എങ്ങോട്ടെങ്കിലുമൊക്കെ ഇടയ്ക്ക് പെട്ടെന്ന് പോവാന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ ഇത് തിരഞ്ഞ് കണ്ടുപിടിക്കണ്ടല്ലോ. അപ്പോൾ ഇതിനായിട്ട് ഇങ്ങനെ ട്രിപ്പിനായിട്ട് ഞങ്ങൾ വേറെ ബ്രഷ് പേസ്റ്റ് ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടുന്ന് എടുത്ത് അതിലല്ലേ എന്നൊക്കെ നോക്കി. പിന്നെ എൻ്റെ മേക്കപ്പ് അങ്ങനത്തെ ഇതൊക്കെ സെറ്റാക്കി. അപ്പോൾ അത് നോക്കുമ്പോണ്ട് അതിലൊരു 300 രൂപ. അപ്പോൾ എപ്പോഴോ ഇതിൽ പെട്ടെന്ന് പൈസ അവിടെയും ഇവിടെയും വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ബാഗിലാട്ടോ കൊണ്ടുവച്ചിട്ടുള്ളത്. പിന്നെ ഇനിയുള്ളത് കുറച്ച് മെഡിസിനും നമ്മൾ സ്ഥിരം കഴിക്കുന്ന മെഡിസിനൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സും വേറെ അങ്ങനെ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട്. പിന്നെ മക്കളുടെ അലർജിക്ക് ഉള്ളത് അങ്ങനെ അലർജി പേഴ്സൺസ് ആണ് ഇവിടെ എല്ലാം മൊത്തം. അപ്പോൾ അങ്ങനെയുള്ള എപ്പോഴും വേണ്ട മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ബാഗിലാക്കിയിട്ട് അതെല്ലാം കൂടി ഞാനൊരു ബാഗിലാക്കിക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സുജി വന്നത് 7 മണിക്ക് തന്നെ വന്നെങ്കിലും പിന്നെ സുജിക്ക് കുറേ കോൾ ഉണ്ടായിരുന്നു. പിന്നെ സുജിൻ്റെ പാക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ 10 മണിയായിട്ടുണ്ട് കേട്ടോ. 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് സുജിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ടൈം എടുത്തു സുജി ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം പിന്നെ പെട്ടെന്ന് പാക്ക് ചെയ്ത് ഞങ്ങൾ ഹൈലക്സ് വണ്ടിയാണ് കേട്ടോ എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക് കണ്ടില്ലേ ഇങ്ങനെ കയറി നിന്നിട്ട് വേണം അതിലേക്ക് സാധനങ്ങൾ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഒരാൾ അതിൽ കയറി നിൽക്കും, മക്കൾ ഓരോ പെട്ടികളായിട്ട് അങ്ങോട്ട് കൊണ്ടു കൊടുക്കും. അപ്പോൾ സുജി അതിൽ സെറ്റാക്കും. അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ 10 മണിയായിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടിരുന്നത്. ഇത് ഈ ഒരു ജാക്കറ്റ് ഞാൻ സ്റ്റൈലിനാക്കി ഇടാൻ വേണ്ടിയിട്ട് ഇട്ടതല്ല. മക്കളും പപ്പ എല്ലാവരും കൂടിയിട്ട് കാറിൽ ഫുൾ AC ഇട്ടിട്ട് അങ്ങോട്ട് പതപ്പിക്കും. അപ്പോൾ അതിൽ നിന്നൊരു കുറച്ചെങ്കിലും ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇരിക്കണത് കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ യുദ്ധത്തിന് ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഞാൻ ഫുഡ് കൊടുത്തതായിരുന്നു, ചോറൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ 7 മണിക്ക് ഇറങ്ങാമെന്ന് വെച്ചാൽ അതിന് മുമ്പ് ഫുഡ് കൊടുത്തതല്ലേ. അപ്പോൾ മക്കൾ 10 മണിയൊക്കെ ആയപ്പോഴത്തേനും മക്കൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തായാലും എങ്ങോട്ടേലും പോവാന്ന് പറയുമ്പോൾ പിന്നെ ഇവർക്കൊരു വിശപ്പും ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കലൊക്കെ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ വടകര MRA റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, റെസ്റ്റോറൻറ്റും ഉണ്ട്, അവിടെ ബേക്കറി ഉണ്ട്. ബേക്കറി ആണല്ലോ പണ്ട് മുതലേ ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കറിയാണ്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും സുജിയും ബട്ടർ നാനും പിന്നെന്താ ചിക്കൻ ചില്ലിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ചിക്കൻ ചില്ലി തന്നെ ബാക്കി രണ്ടാളും ഒരാൾ പൊറോട്ടയും പിന്നെ ഒരാൾ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ 2 ബട്ടർ നാനൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് സുജി കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്കത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒന്ന് കഴിച്ചപ്പോൾ തന്നെ ഞാൻ സൈഡായിട്ടുണ്ട്. കാരണം ഞാൻ ഓൾറെഡി ഉച്ചക്ക് ഞാൻ നല്ലതായിട്ട് ഹെവി ആയിട്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ പിന്നെ എനിക്ക്
അത് കഴിക്കാനൊരു കുറ്റബോധമൊന്നും പറയാമല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. കുറ്റബോധം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ നന്നായിട്ട് കഴിച്ചു. ഒരു ബട്ടർ നാനും ആണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വെള്ളം കുടിച്ചങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നാളെയൊക്കെ എന്തായാലും കണക്ക് തന്നെയായിരിക്കും എൻ്റെ ഡയറ്റ് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചെങ്കിൽ കുറച്ച് നമുക്ക് കുറക്കാമല്ലോ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ എനിക്ക് ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ റെയിന് ഫ്രൈഡ് റൈസ് കഴിക്കണ കണ്ടപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് കഴിച്ചു നോക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കഴിച്ചില്ല കേട്ടോ, ആ ഒരൊറ്റ സ്പൂണേ കഴിച്ചുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല അവിടെ തന്നെ ബേക്കറി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടുന്ന് മക്കൾ എന്തൊക്കെയൊക്കെയോ വാങ്ങുന്നുണ്ട്. ബേക്കറി കണ്ടാൽ പിന്നെ നിർത്തില്ലല്ലോ, കാറിന്നൊക്കെ കഴിക്കാനും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇഷ്ടമുള്ള മിഠായിയും അതും ഇതൊക്കെ വാങ്ങി കൂട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും അവിടെയുള്ള യുദ്ധം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മംഗലാപുരത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതാ ഇനി 2 മണിക്കൂർ 16 മിനിറ്റും 3:40 ആവും അവിടെ എത്താനാണെന്ന് പറഞ്ഞത്. ഞാൻ അതിൻ്റെ ഇടയിൽ കുറേ ഉറങ്ങി കേട്ടോ. സുജി ഉറങ്ങാണ്ട്, ഞാനും മക്കളൊക്കെ ഉറങ്ങി, സുജി ഉറങ്ങാണ്ട് വണ്ടി ഓടിച്ച് ഞങ്ങളിതാ മാംഗ്ലൂർ എത്തി. ഗോൾഡൻ ഫിഞ്ച് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ. സുജിൻ്റെ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി അവിടെ ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റൂംസൊക്കെ. അപ്പോൾ അതാ 3:17 ആയപ്പോഴാട്ടോ ഞങ്ങൾ റൂമിലേക്ക് എത്തുന്നത്. എല്ലാവർക്കും ഉറക്കത്തിൻ്റെ പിച്ചിലാണ് കേട്ടോ നടക്കുന്നത്. സുജി മാത്രമേ ഉള്ളൂ അതിൽ ഓക്കെ ആയിട്ടുള്ളത്. ഞങ്ങൾ റൂം നമ്പർ ഇതാ 505 കേട്ടോ. അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് കയറാണ്. അത്യാവശ്യം നല്ല റൂമായിരുന്നു കേട്ടോ. അതിൽ തന്നെ ഞങ്ങൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ബെഡൊക്കെ ഓൾറെഡി അവർ സെറ്റാക്കി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ റൂമിൽ കുറേ മിഠായികളും ജ്യൂസസും ഒക്കെ അങ്ങനെ അവർ തന്നെ സെറ്റാക്കി വെക്കുമല്ലോ, അതെടുത്ത് നമ്മൾ എക്സ്ട്രാ ബില്ല് പേ ചെയ്യണം. പക്ഷേ മക്കൾക്ക് അതൊക്കെ ഓൾറെഡി അറിയണോണ്ട് മക്കൾ ആ ഭാഗത്തേക്കേ നോക്കിയില്ല കേട്ടോ. നല്ല മക്കളല്ലേ, ഓൾറെഡി ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ മക്കളിങ്ങനെ ആടി ഒലഞ്ഞ് നടക്കുകയാണ്. ഞങ്ങൾ റൂമിലാക്കിയതിന് ശേഷമാണ് സുജി വണ്ടി നല്ലപോലെ പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് താഴോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് എല്ലാവർക്കും ഡ്രസ്സ് ഇട്ട് കൊടുത്തു. ഞാൻ ഡ്രസ്സ് ഇട്ടതൊക്കെ നേരെ വന്ന് കിടന്നുറങ്ങാൻ പറ്റിയ അങ്ങനത്തെ ഡ്രസ്സാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അല്ലാണ്ട് അങ്ങനെ എന്താ പറയുക, അങ്ങനെ നല്ല ഡ്രസ്സ് അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. നേരെ വന്നിട്ട് കിടന്നുറങ്ങാൻ പറ്റണം. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുള്ളത്. കാരണം രാത്രി ആണല്ലോ ഓൾറെഡി. അപ്പോൾ ഇനി നാളത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നാളെ കുറച്ച് അധികം സ്ഥലം കാണാൻ പോകാം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തൊക്കെയാവും നോക്കാം. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ബൈ ബൈ.